ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ആ വീഡിയോ ഇടാൻ പറ്റാഞ്ഞേ. തലവേദനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുകയും മരുന്ന് മേടിക്കുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ പോയതാണ്. ഇവിടെ ഹോസ്പിറ്റലിൽ ഒരു പൂന്തോട്ടവും പിന്നെ കുറേ പക്ഷികളും മീനുകളും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഈ പൂന്തോട്ടത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു കറിവേപ്പുണ്ട് കേട്ടോ. കറിവേപ്പയിൽ കുറേ അഴുക്കലകളും പിന്നെ കാടും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പറിച്ച് കളയുന്ന കേട്ടോ ഒരു അപ്പച്ചൻ. കൃഷിയോട് ഇഷ്ടമുള്ള ആൾക്കാർ എവിടെയാണെങ്കിലും അങ്ങനെയൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ പിന്നെ വെറുതെ ഇരിക്കാൻ തോന്നത്തില്ലല്ലോ, എന്തായാലും ചെയ്യുകയല്ലേ. പിന്നെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ചോറും കറിയെല്ലാം വെച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അക്കൂനും ചേട്ടായിക്കും ഒക്കെ ഉച്ചക്കത്തേക്കുള്ളത് കൊടുത്തു വിടുകയും ചെയ്തു. അന്നേരം ഞാൻ വിചാരിച്ചതാണ് എനിക്കും കൂടി ഇച്ചിരി ചോറ് എടുത്താലോ എന്ന്. പിന്നെ വിചാരിച്ചു രാവിലെ പോകുന്നതല്ലേ, ഉച്ചയാകുമ്പോഴത്തേക്ക് വീട്ടിലെത്തുമായിരിക്കും എന്ന് വിചാരിച്ച് ചോറ് എടുക്കാതെ പോകുന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ നല്ല തിരക്കായിരുന്നേ, അതുകൊണ്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോരാനൊന്നും പറ്റിയൊന്നുമില്ല. പിന്നെ മരുന്നൊക്കെ മേടിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരമായിരുന്നു. ഉച്ചയ്ക്ക് പിന്നെ ഒരു പൊതിച്ചോറൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ പോരുന്ന വഴിക്ക് കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ കൂട്ടിയിട്ടാണ് വീട്ടിലേക്ക് പോയതേ. കുഞ്ഞു കുഞ്ഞു ഞാൻ കുറച്ച് കുക്കറപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്ന കേട്ടോ. കുക്കറപ്പം അല്ലെങ്കിൽ കൽത്തപ്പം എന്ന് പറയും. പച്ചരി ഒരു 4-5 മണിക്കൂർ നേരം കുതിർത്തിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. ഇത് ഉണക്കലരി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഇവിടെ നെല്ല് കുത്തുമ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് അരി തരുമെന്ന്. അപ്പോൾ അങ്ങനെ കിട്ടിയ അരി കേട്ടോ ഇത്. അത് കുറച്ചുകൂടി ഇരിപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പച്ചരി തന്നെ മതി കേട്ടോ. ഞാനിതിപ്പോൾ ഇതുള്ളത് കൊണ്ട് ഇതങ്ങ് എടുത്തതേ ഉള്ളൂ. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് അധികമായി പോകണ്ട, അപ്പം ഒട്ടിപ്പിടിക്കും. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ ഏലക്ക തൊണ്ട് കളഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കുരു മാത്രമേ. പിന്നെ ഒരു 180 ഗ്രാമോളം ശർക്കര. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് പിന്നെ ശർക്കര എടുത്താൽ മതി കേട്ടോ. ശർക്കര അല്ലെങ്കിൽ വെല്ലം എന്നും പറയും. ചിലപ്പോൾ ഞാൻ ശർക്കര എന്ന് പറഞ്ഞാൽ ആർക്കും തിരിയത്തില്ല. പിന്നെ അധികം വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുക്കാൻ വെക്കരുത്. കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട്, വെള്ളം കൂടിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കാൻ വേണ്ടി വെക്കാൻ പോകുക കേട്ടോ. അപ്പോൾ ഈ ശർക്കര ഞാൻ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് വേഗം ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അരിച്ചെടുക്കണം. പിന്നെ ഈ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും അത് നമുക്ക് എത്രയും വേണോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിന് പ്രത്യേകിച്ച് അളവും കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ അരി അരയ്ക്കാൻ വേണ്ടി പോകുക കേട്ടോ. അതിനു മുമ്പേ വെല്ലം ഉരുക്കാൻ വേണ്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. നല്ല തിളച്ച പരുവത്തിൽ വേണം ഈ മാവിലേക്ക് വെല്ലം ഒഴിച്ച് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ നല്ല ആരൊക്കെ ആയിട്ട് അപ്പം വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ 1 കപ്പ് പച്ചരി എടുത്തേക്കുന്നേ. ഇതിലേക്കിനി നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങായും പിന്നെ ജീരകവും പിന്നെ ഏലക്ക പിന്നെ ഈ ചോറ്, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് ഇച്ചിരി കട്ടിക്ക് അരച്ചെടുക്കണം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട. ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊഴിച്ചിട്ട് അരച്ചെടുക്കുക. ഇവിടെ വെല്ലം ഉരുക്കാൻ വെച്ചേക്കുന്നത് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, മൊത്തം ഉരുക്കിയിട്ടില്ല. ഇപ്പുറത്ത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കൂടെ ഒന്ന് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ മതി. ഞാനിപ്പോൾ രണ്ടും ശകലിച്ച് ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റും മണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ശകലം വെളിച്ചെണ്ണയും കൂടെ ചേർത്തതാണ്. ഇപ്പം ഞാൻ അരി അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു തരിതരിപ്പിനെ അരച്ചെടുക്കുന്നത്, മൊത്തത്തിൽ നൈസായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ മാവ് ഇത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് മിക്സിയുടെ ജാറൊന്ന് വടിച്ചൊഴിക്കാനുണ്ട്, അത് ഒഴിക്കാം. തീ ഇതാ ഞാൻ ഇപ്പോൾ ഓഫാക്കുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഈ ചൂടോടെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെല്ലമാണ് ഇത്, ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. കുറച്ചൊഴിച്ചിട്ട് വേഗം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. കട്ട പിടിച്ചാലും കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് അങ്ങ് റെഡിയായി വരും കേട്ടോ. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി, അന്നേരം കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോകും. എന്നിട്ട് ഈ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അപ്പം ഉണ്ടാക്കുകയും വേണം. അതുകൊണ്ട് കുക്കറും അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കർ ചൂടാകാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് കുക്കർ ചൂടായിട്ട് വേണം അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വെല്ലം ഒഴിച്ചിട്ട്, ഈ മാവിനിപ്പോൾ ചൂടുണ്ടല്ലോ, ഈ ചൂടോടെ തന്നെ വേണം കുക്കറിലേക്ക് ഒഴിക്കാൻ. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ്, പിന്നെ ഒരു നുള്ള് അപ്പക്കാരം, അധികമായി പോകണ്ട കേട്ടോ, ശകലം മതിയേ. പിന്നെ ഉള്ളിയും തേങ്ങയും കൂടെ വറുത്ത് വെച്ചിട്ടില്ലേ, ഇതിന് ചെറിയുള്ളി തന്നെ മൂപ്പിച്ചെടുക്കണം, സവാള പറ്റത്തില്ല കേട്ടോ. അത് പകുതി ഇടുവാണേ, ഉള്ളിയും തേങ്ങയും കൂടെ മൂപ്പിച്ചേക്കുന്നത്. പിന്നെ എള്ള് വേണമെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ മാവ് ഉള്ളത്. വല്ലാതെ വെള്ളമായി പോകണ്ട, വല്ലാതെ കുറുകിയ പോലെ ആയാലും ശരിയാവത്തില്ല. ഈ ഒരു പരുവത്തിൽ മിക്സിയുടെ ജാറിലെ മാവൊക്കെ ഞാൻ വടിച്ചൊഴിച്ചു. എന്നിട്ടെല്ലാം മിക്സാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കറുത്ത കളറിലുള്ള വെല്ലമാണെങ്കിൽ അപ്പത്തിന് നല്ല കളറുണ്ടാവും കേട്ടോ. അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല കളറുണ്ടാവാൻ വേണ്ടി പറഞ്ഞതാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഉള്ളി വറുത്ത് കഴിഞ്ഞിട്ട് എണ്ണയോ നെയ്യോ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കണം. ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കുക്കർ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. പിന്നെ 3 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 2 ലിറ്ററിൻ്റെ കുക്കറിൽ ഉണ്ടാക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് ചെറിയ കുക്കർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ 5 ലിറ്ററിൻ്റെ എടുത്തേക്കുന്നത്. അന്നേരം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പോലെ നല്ല ഷേപ്പിന് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ. ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ ചെറിയ കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി, അന്നേരം നല്ല കറക്റ്റ് ഷേപ്പിന് കിട്ടുമേ. ഇപ്പം കണ്ടോ കുക്കറിൽ നിന്ന് ഇങ്ങനെ പുകയൊക്കെ പോകുന്ന കാണത്തില്ലേ. പിന്നെ കൈ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കയ്യിലേക്ക് നന്നായിട്ട് ചൂട് അടിക്കുകയും വേണം. ഇങ്ങനെ പുകയൊക്കെ പോകുന്നൊരു പരുവത്തിനാവുമ്പോൾ വേണം പിന്നെ ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് തീയിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ അതിൻ്റെ മുകളിൽ എല്ലാ വശത്തേക്കും ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ വേഗം തന്നെ കുക്കറങ്ങ് അടച്ചു വെക്കണം. വാഷർ ഇട്ടിട്ടുണ്ട്. വിസിൽ കുക്കർ അടച്ചതിന് ശേഷം വിസിൽ ഊരണം. തീയ് സിമ്മിലാക്കണം. എന്നിട്ട് അപ്പത്തിൻ്റെ കട്ടി അനുസരിച്ചാട്ടോ വേവിൻ്റെ സമയം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഏകദേശം വെന്ത് കിട്ടും. ഒരു 15 മിനിറ്റ് ആയപ്പോൾ കുക്കറപ്പമൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഒഴിക്കുന്ന മാവിൻ്റെ കട്ടി അനുസരിച്ചായിരിക്കും വേകുന്നതിൻ്റെ സമയം. വേകുന്നതിൻ്റെ സമയം എപ്പോഴും കറക്റ്റ് ഒന്നും ആയിരിക്കില്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പിന്നെ നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുത്തി നോക്കാറില്ല, അതുപോലെ കുത്തി നോക്കിയാൽ മതി. പിന്നെ തണുത്തതിന് ശേഷമേ കുക്കറിൽ നിന്ന് അപ്പം എടുക്കാവുള്ളേ, അല്ലെങ്കിൽ മുറിഞ്ഞു പോകും. ഒരു ഉപ്പൻ ആ മരത്തിൽ കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൻ്റെ ബഹളമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക ഞാൻ. ഉപ്പൻ എന്ന് പറഞ്ഞാൽ ചെമ്പോത്തെന്നും പറയും, ഇവിടെ കൂടുതൽ ഉപ്പൻ എന്നാണ് കേട്ടോ പറയുന്നത്. ഈ മരം നമ്മൾ ചക്കയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല എടുക്കുന്ന മരമാട്ടോ. ഇതിൽ നിറച്ച ഇലയാണ്, നല്ല പൊക്കത്തിലുള്ള മരവുമാണ്. അതുകൊണ്ട് പിന്നെ കൂടൊക്കെ കൂട്ടി ഇരിക്കാനും പിന്നെ വെയിലും മഴയും തട്ടാതിരിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമായതുകൊണ്ട് ഒത്തിരി കിളികളൊക്കെ കൂട് വെക്കും. പിന്നെ പക്ഷി കുഞ്ഞുങ്ങളുടെ കരച്ചിലൊക്കെ കേൾക്കാവേ. ഇപ്പം ചൂടൊക്കെ തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. സൈഡൊക്കെ നല്ലതായിട്ട് ഇളകിയിരിക്കുമായിരിക്കും. ഇനിയിപ്പോൾ അഥവാ ഇളകി പോകുന്നില്ലെങ്കിൽ സൈഡൊക്കെ ഒന്ന് എന്തെങ്കിലും കത്തിയോ ചട്ടുകോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വിടിവിച്ച് കൊടുത്തിട്ട് അപ്പം ഇങ്ങെടുത്താൽ മതി. ഇത് ഇന്നുണ്ടാക്കിയിട്ട് നാളെ എടുക്കണം, അന്നേരം കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഇന്നിപ്പോൾ മുറിച്ച് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നാളെ എടുക്കുമ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ ചെറിയ കുക്കറാണെങ്കിൽ ഈ നടുഭാഗമൊക്കെ ഇച്ചിരി പൊങ്ങി കറക്റ്റ് ഒരു ഷേപ്പിന് കിട്ടും. വലിയ കുക്കറാകുമ്പം പിന്നെ ഈ ഒരു രൂപത്തിലേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ കുക്കറുണ്ടെങ്കിൽ ചെറിയ കുക്കറിൽ ഉണ്ടാക്കിയാൽ മതിയേ, അന്നേരം കറക്റ്റ് ഷേപ്പിന് കിട്ടും. ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ടേസ്റ്റൊക്കെ അതിലുണ്ടാക്കിയാലും ഇതിലുണ്ടാക്കിയാലും ഒരുപോലെ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ. ഇനി ഇത് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം. ചായ കുടിച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടെ ബത്തേരിക്ക് പോകണം ഇനി. ഇപ്പം നല്ല ആരൊക്കെ എടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കേട്ടോ. ഇതുവരെയും കുക്കറപ്പം ഉണ്ടാക്കിയിട്ട് ശരിയാവാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കിക്കോ, എന്തായാലും റെഡിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ കുക്കറപ്പം ഉണ്ടാക്കുമ്പം തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് കഴിച്ച് നോക്ക് കേട്ടോ. അന്നേരം നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ രുചിയാണേ. ഇപ്പോൾ ഇത് ചെറിയ ചൂടുണ്ട്. ഞങ്ങൾ ചായ കുടിച്ചിട്ട് ബത്തേരി പോകേണ്ടതുകൊണ്ട് ചൂടോടെ തന്നെ അങ്ങ് മുറിച്ചു. അക്കുവിന് ഇന്നിപ്പോൾ സ്കൂളിൽ സെൻഡ് ഓഫ് ആണേ, അതുകൊണ്ട് ഉടുപ്പെടുക്കാൻ വേണ്ടി പോയതാണ്. ആദ്യം പോയ കടയിൽ അവൾ വിചാരിച്ച പോലത്തെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വേറെ കടയിൽ പോയി. പിന്നെ ഒരാൾക്ക് തന്നെയല്ല ഉടുപ്പെടുത്ത, 2 പേർക്കും എടുത്തു. അല്ലെങ്കിൽ ഒരാൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ അതൊരു വിഷമവും പ്രശ്നമൊക്കെ ആവുകയല്ലേ. അതുകൊണ്ട് എപ്പോൾ എന്നെ എടുത്താലും 2 പേർക്കും എടുക്കും. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോരുവാണേ. സെൻഡ് ഓഫ് കഴിഞ്ഞോ? എന്തായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം? ബിരിയാണിയാ? മന്തിയാന്ന് പറഞ്ഞിട്ട് ഉടുപ്പ് കണ്ടിട്ട് എല്ലാവരും എന്നെ പറഞ്ഞു. ആണോ? അങ്ങോട്ട് നീങ്ങുന്ന ഉടുപ്പൊന്നും എടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.